ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്നത്തെ നമ്മളുടെ വീഡിയോ ഒരു ബാഗിൻ്റെ ട്യൂട്ടോറിയൽ ആണ് കേട്ടോ. ക്രോഷ്യോ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. എനിക്ക് ഒത്തിരി പേര് കമൻറ്റിലും അല്ലാതെ മെയിലിലും ഒക്കെ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് ബാഗിൻ്റെ ട്യൂട്ടോറിയൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ബാഗ് എന്ന് പറയുന്നത് ഇതാണ്. ഇത് കുറച്ചൊരു വലിയ ബാഗാണ്. ഇതിൻ്റെ അളവ് നിങ്ങൾ കുറച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സ്മോൾ സൈസിൽ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. പിന്നെ ബാഗ് എന്ന് പറയുമ്പം ഇത് നമുക്ക് അതിൻ്റെ ഉള്ളിൽ നമുക്ക് ഓർഗനൈസേഴ്സും കാര്യങ്ങളും എല്ലാം വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അല്ലാതെ ഹാൻഡ് ബാഗ് ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ബാഗാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇതാണ്, ഇതിൻ്റെ ട്യൂട്ടോറിയലാണ്. ശ്രദ്ധിച്ച് കാണുക. എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ ഇടുക കേട്ടോ. നമുക്ക് വീഡിയോ തുടങ്ങിയാലോ. അപ്പോൾ ഈ ബാഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പം സ്റ്റാർട്ടിങ് നിങ്ങൾക്ക് ചെയ്ത് കാണിക്കുന്നത് അക്രിലിക് ത്രെഡിലാണ് കാണിക്കുന്നത്. ഈ അക്രിലിക് ത്രെഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് 4.5 mm നീഡിലാണ് കേട്ടോ. ഇത് തന്നെ ഞാൻ 3 ത്രെഡുകളിൽ ഞാൻ നിങ്ങൾക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കാണിച്ചു തരാം. അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടി ഓരോ ത്രെഡിൽ ചെയ്യുമ്പോഴും ബാഗിൻ്റെ ഒക്കെ സൈസ് വ്യത്യാസം വരുന്നത് എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയിൻ ഇടുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം നമ്മൾ സ്ലിപ്പ് നോട്ട് ഇടണം. നമ്മളിതാ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ സ്ലിപ്പ് നോട്ട് ഇട്ടു. സ്ലിപ്പ് നോട്ട് ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യേണ്ടത് 41 ചെയിനാണ്. അപ്പം 41 ചെയിൻ നമ്മൾ ഇതിനകത്ത് ഇടണം. 1 2 3 4 5 6 7 8 9 10 ഇങ്ങനെ ഒരേ സൈസിലായിരിക്കണം കേട്ടോ നമ്മളുടെ ചെയിൻ എല്ലാം വരുന്നത്. ഒരെണ്ണം ടൈറ്റായിട്ടോ ഒരെണ്ണം ലൂസായിട്ടോ ഒന്നും വരരുത്. അപ്പം 41 ചെയിൻ ഇതുപോലെ ചെയ്യാം. അപ്പം നമ്മൾ ഇവിടെ 41 ചെയിൻ ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടത് ഇത്രയും ലെങ്ത് ആണ് കേട്ടോ ഇപ്പം കിട്ടിയിട്ടുള്ളത്. അത് നമ്മൾ വലിയ കനം കൂടിയ ത്രെഡിൽ നമ്മൾ ചെയ്യുമ്പം നമുക്ക് കുറച്ചും കൂടി ലെങ്ത്തിന് കിട്ടും. പിന്നെ നമുക്ക് നീഡിൽ അഡ്ജസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നീഡിൽ ഇപ്പോൾ ചെറിയ നീഡിലാണ്, കനം കുറഞ്ഞ ത്രെഡിലാണ് നമ്മൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ ബാഗ് കിട്ടും. ഓക്കെ, അപ്പം നിങ്ങൾ അങ്ങനെയാണ് ചെറിയ ബാഗ് ചെയ്യാനായിട്ട് നോക്കേണ്ടത്. ഇപ്പം 41 ചെയിൻ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് നമ്മൾ ഇങ്ങോട്ട് 4 ചെയിൻ വിട്ടിട്ട് 5ാമത്തെ ചെയിനിലാണ് നമ്മൾ ചെയ്തു തുടങ്ങേണ്ടത്. അപ്പം നമുക്കിത് കൗണ്ട് ചെയ്യാം. 1 2 3 4 ഈ ചെയിനിലാണ് എനിക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം ഇതിൽ ഞാൻ ചെയ്യുന്നത് ഈ 2 ത്രെഡുകളും കൂടി ഒരുമിച്ച് കണ്ടോ, ഈ അടിയിലുള്ള ഈ സ്റ്റിച്ചിനെ വിട്ടിട്ട് ഈ 2 ത്രെഡുകളും കൂടി ഒരുമിച്ച് പിടിച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത്. അതായത് ഇതിൻ്റെ ബാക്കിൽ ഒരു സ്റ്റിച്ച് ഉണ്ടാവും, ഇതും കൂടി ഒരുമിച്ച് പിടിച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഡബിൾ ക്രോഷ്യാണ് നമ്മൾ ചെയ്യുന്നത്. ഡബിൾ ക്രോഷ്യ എങ്ങനെ ചെയ്യേണ്ടതെന്ന് അറിയാലോ. യാൺ ഓവർ ഈ ചെയിനിൽ കൂടെ നമ്മൾ കടത്തി. ഇപ്പോൾ ഇത് കണ്ടോ 2 എണ്ണം ഉണ്ട്, 2 ത്രെഡ് പെട്ടിട്ടുണ്ട് ഇതിൻ്റെ അകത്ത്. നമ്മൾ ത്രെഡിന് ഇതിലെ വലിച്ചെടുക്കുന്നു. എന്നിട്ട് എത്ര ഡിസ്റ്റൻസ് ആണ് നമ്മളിത് വലിക്കുന്നത് അത് തന്നെ സെയിം ആയിരിക്കണം കേട്ടോ. എല്ലാ സ്റ്റിച്ചിനും നമ്മളിങ്ങനെ ഡബിൾ ക്രോഷ്യ ഒരെണ്ണം ചെയ്തെടുത്തു. അപ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ വളഞ്ഞിട്ടുള്ള ഒരു ഇതും കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഒരു ഡബിൾ ക്രോഷ്യ ചെയ്തു. ഇത് കഴിഞ്ഞ് അടുത്ത് നമ്മൾ ഒരു ചെയിൻ ചെയ്യാം. ഇവിടെ ഒരു ചെയിൻ ചെയ്യുമ്പോൾ നമ്മൾ താഴെ ഒരു ചെയിനും കൂടി വിടണം. അതായത് അതിൻ്റെ ഗ്യാപ്പ് കറക്റ്റായി വരാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞ് ഒരു ചെയിൻ വിട്ട് അടുത്തതിൽ അടുത്ത ഡബിൾ ക്രോഷ്യ ചെയ്യുക. യാൺ ഓവർ അടുത്ത ചെയിൻ നമ്മൾ ചെയ്യാണ്. അടുത്ത ഡബിൾ ക്രോഷ്യ നമ്മൾ ചെയ്തെടുത്തു. കണ്ടോ, ഇതുപോലെ ഈ അറ്റം വരെ നമ്മൾ ചെയ്തു വരണം. ഒരു ചെയിൻ ചെയ്തു, ഒരു ചെയിൻ വിട്ടു, നമ്മൾ ഇങ്ങനെ അടുത്ത ഡബിൾ ക്രോഷ്യ. ഇത് ചെയ്യുമ്പോൾ ഈ 2 സ്റ്റിച്ച് 2 ത്രെഡ് ഒരേപോലെ ഇതിൻ്റെ അകത്ത് പെടുന്നുണ്ടോ എന്നുള്ളതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ എല്ലാത്തിലും. കണ്ടോ, അപ്പം ഇതുപോലെ നമുക്ക് ഇങ്ങനെ ഗ്യാപ്പ് വന്ന് നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് ഈ അറ്റം വരെ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കുക കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ലാസ്റ്റത്തെ ചെയിനിലേക്ക് ചെയ്യാൻ പോവാണ് കേട്ടോ ഡബിൾ ക്രോഷ്യ. അപ്പോൾ ഇവിടെ വരെ എത്തി. ഇനി നമ്മൾ ലാസ്റ്റ് ഒരു ചെയിൻ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഒരു ചെയിൻ നമ്മൾ താഴെ വിട്ടിട്ട്
ലാസ്റ്റത്തെ ഇതിൽ നമ്മൾ ഡബിൾ ക്രോഷ്യ ചെയ്യാനായിട്ട് പോവാം. കണ്ടോ? ഇനി നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറഞ്ഞു തരാവേ. ഇതിപ്പോൾ നമ്മൾ ലാസ്റ്റ് സ്റ്റിച്ച് വരെ ചെയ്തു. ഇതിനകത്ത് നമ്മൾ കൗണ്ട് ചെയ്ത് നോക്കുകയാണ് ചെയ്യുന്നത്. എത്ര ബോക്സ് എനിക്ക് വന്നിട്ടുണ്ട് എന്നുള്ളത് കൗണ്ട് ചെയ്ത് നോക്കണം. 19 ബോക്സ് ഉണ്ടായിരിക്കണം കേട്ടോ. അതായത് ഇത് കഴിഞ്ഞിട്ടുള്ള ബോക്സ് തൊട്ട് എണ്ണണം. അപ്പം 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 കണ്ടോ? 19 ബോക്സ് കറക്റ്റായിട്ട് ഉണ്ടായിട്ടുണ്ടാവണം കേട്ടോ. കണ്ടോ? ഇതിൻ്റെ എല്ലാത്തിൻ്റെയും നമ്മുടെ സ്റ്റിച്ചിൻ്റെ എല്ലാം സൈസ് ഒരുപോലെയാണ്, എന്നാലേ ഇതുപോലെ വരുവുള്ളൂ. 19 ബോക്സ് നമുക്ക് കിട്ടി. ഇനി നമ്മൾ ഇങ്ങോട്ട് ചെയ്യേണ്ടത്, നമ്മൾ ഇവിടെ 4 ചെയിനാണ് വിട്ടത് കണ്ടോ? അതുപോലെ തന്നെ നമ്മൾ മുകളിലോട്ട് 4 ചെയിൻ ചെയ്യണം. 1 2 3 4 ചെയിൻ ചെയ്തു. എന്നിട്ട് ഇതിനെ നമ്മൾ ഇങ്ങനെ ഫ്ലിപ്പ് ചെയ്യും. ഫ്ലിപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത ഡബിൾ ക്രോഷ്യ നമ്മൾ തുടങ്ങേണ്ടത് യാൺ ഓവർ ചെയ്ത് ഈ സ്റ്റിച്ചിന്റെ മുകളിലുള്ള ഈ സ്റ്റിച്ചിൽ 2 കേട്ടോ, അതിൽ കൂടെയാണ് നമ്മൾ അടുത്ത ഡബിൾ ക്രോഷ്യ ചെയ്യുന്നത്. ഇത് കണ്ടോ? അപ്പൊ നിങ്ങൾക്ക് ഇവിടെ അടുത്തതൊരു ബോക്സ് കിട്ടും. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ ഓരോ സ്റ്റിച്ച് കഴിയുമ്പോഴും നമ്മൾ ഓരോ ചെയിൻ ചെയ്യണം. എന്നിട്ട് ഇവിടെ ഓൾറെഡി ഒരു ചെയിൻ ഉണ്ടാവും, അതാണ് വിടേണ്ടത്. ഈ സ്റ്റിച്ചിന്റെ മുകളിലുള്ള ഈ വി പോലെയുള്ള സ്റ്റിച്ചിലാണ് നമ്മൾ ഡബിൾ ക്രോഷ്യ ചെയ്തു പോകേണ്ടത്. കണ്ടോ? അടുത്തത് ചെയ്യാം, ചെയിൻ 1, അടുത്തത് ചെയ്യാം, ചെയിൻ 1, അടുത്ത ഇതിൽ ചെയ്യാം, ചെയിൻ 1. നമുക്ക് ആദ്യത്തെ ഒരു ലെയർ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇച്ചിരി ഒരു താമസം ഉണ്ടാവുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേഗം വേഗം നമുക്കിത് ചെയ്തു പോകാനായിട്ട് പറ്റുവേ. ഭയങ്കര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബാഗാണിത്. സമയമെടുക്കും ഒരുപാട്, പക്ഷെ എന്നാലും നമുക്ക് ഭയങ്കര ഈസി ആയിട്ട് ചെയ്തു പോകാൻ പറ്റും. സ്റ്റിച്ചിന്റെ ലെങ്ത് എല്ലാം കറക്റ്റ് ആണോ എന്നുള്ളത് എപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ. ഇനി സ്റ്റിച്ച് കൗണ്ട് ചെയ്യണതാണ് നിങ്ങൾക്ക് എളുപ്പം എന്നുണ്ടെന്നുണ്ടെങ്കിൽ സ്റ്റിച്ച് കൗണ്ട് ചെയ്തിട്ട് ചെയ്യാം. ഇതുപോലെ ഈ അറ്റം വരെ ചെയ്യണം കേട്ടോ. ഇതുപോലെ ഈ ഒരു അറ്റം വരെ ചെയ്ത് വന്നു കഴിഞ്ഞ് കഴിയുമ്പം അടുത്ത ലെയറും എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിക്കാം. ഇപ്പൊ നമ്മള് രണ്ടാമത്തെ ലെയർ ലാസ്റ്റത്തെ ഡബിൾ ക്രോഷ്യ വരെ എത്തി. ഇതിപ്പോ ഇവിടെ എത്തിക്കഴിയുമ്പോഴായിരിക്കും എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവുക, ഇനി അടുത്ത സ്റ്റിച്ച് എവിടെയാണ് ചെയ്യേണ്ടതെന്നുള്ളത്. നിങ്ങൾക്ക് രണ്ടാമത്തെ ലെയർ കറക്റ്റ് ആയിട്ടാണോ ചെയ്തത് എന്നുള്ളത് അറിയാൻ നിങ്ങൾ ഈ ബോക്സ് എണ്ണി നോക്കിയാൽ മതി കേട്ടോ. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 എണ്ണേ ആയിട്ടുള്ളൂ. ഒരെണ്ണം കൂടി വേണം നമുക്ക്. ഓക്കെ, അപ്പം അത് എണ്ണി നോക്കി കറക്റ്റ് ആണോ ഞാൻ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് ഉറപ്പ് വരുത്തണം കേട്ടോ. അല്ലെങ്കിൽ ഇതിപ്പോ നമ്മൾ ബോട്ടമാണ് ചെയ്യുന്ന ബാഗിന്റെ, അപ്പൊ അതിന്റെ അളവിന് വ്യത്യാസം വരും, അതിന്റെ ഷേപ്പിന് വ്യത്യാസം വരും. അവസാനത്തെ നമ്മൾ 19ാമത്തെ ബോക്സ് ഉണ്ടാക്കിയെടുക്കുന്നത് ഇതില് നമ്മൾ ഒരു ചെയിൻ ഇട്ടിട്ട് ഇതിലാണ് നമ്മൾ ചെയ്യുന്നത് കണ്ടോ. ഈ 3ാമത്തെ ഇതിൽ നമ്മൾ ഇവിടെ ഇങ്ങനെ ചെയ്ത് വിടണം. അപ്പൊ അതേ കണ്ടോ, കറക്റ്റ് നമുക്ക് അവിടെ ഒരു ബോക്സ് ആയിട്ട് കിട്ടി. ഇനി നമ്മൾ മുകളിലോട്ട് 1 2 3 4 ചെയിൻ ചെയ്തു. ഇതിനെ ഫ്ലിപ്പ് ചെയ്യുക. എന്നിട്ട് അടുത്ത ഡബിൾ ക്രോഷ്യ നമുക്ക് ഇവിടെ ചെയ്യാം. ഇവിടെ ഈ 4 ചെയിൻ ചെയ്യുമ്പം ഒരു ഡബിൾ ക്രോഷ്യ എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ഒരു 3 ചെയിൻ ചെയ്യുമ്പം തന്നെ അതിൻ്റെ ഇതിന് വരും. പിന്നെ ഒരെണ്ണം ഉള്ളത് ഇവിടെ ഈ ബോക്സിന്റെ ഈ മോൾഭാഗം കിടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെയിനാണ് കേട്ടോ നമ്മൾ ചെയ്തു പോകുന്നത്. അപ്പം ഇതുപോലെ നമ്മൾ ഇങ്ങനെ അടുത്ത ലെയറും അതിന്റെ മുകളിലോട്ട് ഇങ്ങനെ ചെയ്തു പോവാം. ഇങ്ങനെയാണ് ബാഗിന്റെ ബോട്ടം ചെയ്യുന്നത്. ഇങ്ങനെ നമ്മൾ ഒരു 7 ലെയർ ചെയ്യണം.
7 ലെയർ ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി എന്താ ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞു തരാം കേട്ടോ. ഇതുപോലെ 7 ലെയർ ചെയ്യണം എന്ന് ഞാൻ പറഞ്ഞില്ലേ, അതുപോലെ 7 ലെയർ ഞാൻ ടീഷർട്ട് യാൺ വെച്ച് ചെയ്തതാണ് ഇതുള്ളത് കാണിക്കുന്നത് കേട്ടോ. എൻ്റെ അടുത്ത് ഒരാൾ കമന്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ടീഷർട്ട് യാൺ വെച്ചിട്ട് മാത്രമേ ചെയ്യുള്ളൂ വർക്ക് എന്നുള്ളത്. അതുകൊണ്ടല്ല, നിങ്ങൾക്ക് സ്റ്റിച്ച് കുറച്ചും കൂടി വിസിബിൾ ആയിട്ട് കാണാൻ വേണ്ടിയിട്ടും കൂടിയാണ് ടീഷർട്ട് യാൺ വെച്ചിട്ട് വർക്കുകൾ കാണിക്കുന്നത്. പിന്നെ പല ത്രെഡുകളിൽ ചെയ്താൽ പല വലുപ്പം വരും എന്നുള്ളത് നിങ്ങൾക്കൊന്ന് മനസ്സിലാകാനും കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ. ഇപ്പൊ നമ്മൾ ഈ അക്രിലിക് യാണിൽ ചെയ്ത അതേ നമ്പർ ഓഫ് സ്റ്റിച്ചസ് തന്നെയാണ് ഇതിലും ചെയ്തിരിക്കുന്നത്. പക്ഷെ ഇതിന്റെ ഡിഫറൻസ് കണ്ടോ, യാണിന്റെ ഡിഫറൻസ് കാരണം കൊണ്ട് എത്ര വലുപ്പത്തിന് എത്ര വ്യത്യാസം വന്നിട്ടുണ്ട് എന്നുള്ളത് കണ്ടോ. ഇത് നമ്മൾ 7 ലെയർ ആണ് ചെയ്തിരിക്കുന്നത്. ഇത് ചെയ്യാൻ ഞാൻ 4.5 mm ഹുക്കാണ് എടുത്തിരിക്കുന്നത്. പക്ഷെ ഇത് ചെയ്യാൻ വേണ്ടി ഞാൻ 5.5 mm ഹുക്കാണ് എടുത്തിരിക്കുന്നത്. അപ്പം ഇതിലും വലിയ ത്രെഡാണ്, നിങ്ങൾ കനം കൂടിയ ത്രെഡാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിലും വലിയ നീഡിൽ യൂസ് ചെയ്യുക. ഇത് 6 mm ത്രെഡ് എടുത്ത് ചെയ്താലും നല്ലതാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ നല്ല ടൈറ്റിന് വേണം നമ്മൾ ചെയ്തു പോകാനായിട്ട്. ലൂസാക്കി ചെയ്തിട്ടുള്ള ഒരു ബാഗ് ഞാൻ വേറെ നിങ്ങൾക്ക് കാണിച്ചു തരാവേ. അപ്പം നമുക്ക് ഈ ത്രെഡ് ഇനി മാറ്റി വെക്കാം. ഇനിയിപ്പോ നമ്മൾ അടുത്തത് വർക്ക് ചെയ്യാൻ പോകുന്നത് ഈ ടീഷർട്ട് യാണിലാണ് കേട്ടോ. ഇതിപ്പോ നമ്മൾ 7 ലെയർ ചെയ്തിട്ടുണ്ട്. സെയിം സ്റ്റിച്ച് തന്നെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. കണ്ടല്ലോ, 1 2 3 4 5 6 7 ലെയർ. 7 ലെയർ കഴിഞ്ഞ് നമ്മളിതാ ഈ അറ്റം ഇങ്ങനെ എത്തും. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത്, ഇവിടെ നിന്ന് 4 കോർണറിലും ആണ് ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുന്നത്. അവിടെ നിന്ന് ഇങ്ങനെ മുകളിലോട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത്. അപ്പം ഇനി നമുക്ക് ചെയ്യേണ്ടത് പറഞ്ഞാൽ നമ്മളിവിടെ ഈ കോർണറിൽ എത്തിക്കഴിഞ്ഞാല് അടുത്ത ലെയറിന് നമ്മൾ 4 ചെയിൻ ഇടില്ലേ, അതുപോലെ തന്നെ 1 2 3 4 ചെയ്തല്ലോ. ഇനി അതേ ഗ്യാപ്പിൽ തന്നെയാണ് നമ്മൾ ഈ 4 ചെയിൻ ചെയ്ത അതേ ഗ്യാപ്പ്, ഇത് കണ്ടു ഇവിടെ ഇതുണ്ട്, ഗ്യാപ്പ് ഉണ്ട്. അതേ ഗ്യാപ്പിൽ തന്നെ നമ്മൾ ഒരു ഡബിൾ ക്രോഷ്യോ ചെയ്യും. ഇതാ ഇതേ കോർണറിൽ തന്നെ. കണ്ടോ, അതേ കോർണറിൽ തന്നെ നമ്മൾ ഒരു ഡബിൾ ക്രോഷ്യോ ചെയ്തു. ഇനി അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചെയിൻ 1. ഈ ചെയിൻ 1 ഇടുന്നത് നമ്മൾ ഇതിന്റെ ഗ്യാപ്പിന് വേണ്ടിയിട്ടാണ്, ഈ ഒരു ഗ്യാപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അടുത്ത ഡബിൾ ക്രോഷ്യോ നമ്മൾ ഇടുന്നത് ദാ ഇതിന്റെ ഈ ഗ്യാപ്പ് കണ്ടോ. ഇനി നമ്മൾ ഓരോ സ്റ്റിച്ചും ചെയ്തു പോകുന്നത് ഏതിലൊക്കെയാണ് എന്ന് പറഞ്ഞു തരാം. അതേ സ്റ്റിച്ച് തന്നെ നമ്മൾ ഈ ഭാഗത്തും ചെയ്യുമ്പം സെയിം ഇതിൽ തന്നെ ചെയ്യണം കേട്ടോ. അപ്പൊ നമ്മളൊന്ന് എണ്ണീറ്റ് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. അതായത് ഇനിയിപ്പോ അടുത്ത ഇവിടെ ചെയിൻ 1 ചെയ്തു, അടുത്ത ഡബിൾ ക്രോഷ്യോ നമ്മൾ ഈ ഗ്യാപ്പിൽ ചെയ്യും. അത് കഴിഞ്ഞ് ചെയിൻ 1 ചെയ്ത് അടുത്ത ഡബിൾ ക്രോഷ്യോ നമ്മൾ ദാ ഈ ഗ്യാപ്പിൽ ചെയ്യണം. അത് കഴിഞ്ഞ് നമ്മൾ ചെയിൻ 1 ചെയ്ത് അടുത്ത ഡബിൾ ക്രോഷ്യോ ഈ ഗ്യാപ്പിൽ ചെയ്യണം. അതായത് ഈ ഓരോ ലൈൻ വരുന്നതിന്റെ ഇവിടെയാണ് നമ്മൾ ഓരോ ഡബിൾ ക്രോഷ്യോ ചെയ്യേണ്ടത്. പിന്നെ ഈ കോർണറിൽ കഴിയുമ്പോൾ നമ്മൾ ഇവിടെ ഒരു ഡബിൾ ക്രോഷ്യോ ചെയ്തിട്ട് അതിന്റെ ഒപ്പം തന്നെ ഒന്നും കൂടി ചെയ്യണം, ഇവിടെ നമ്മൾ ചെയ്തതുപോലെ. ഓക്കെ, അപ്പോഴാണ് നിങ്ങൾക്ക് ആ കോർണർ വരുന്നത് ഡബിൾ ആയിട്ട് വരും. കോർണറിൽ മാത്രം 2 സ്റ്റിച്ച് വീതം വരും. അപ്പം ഇനി ഇവിടെ അടുത്ത ഡബിൾ ക്രോഷ്യോ ചെയ്യുന്നത് കാണിച്ചു തരാം. ഇതാ പിന്നെ ചെയിൻ 1 ഈ ഗ്യാപ്പിൽ നമ്മൾ എടുത്തു. ഈ ടീഷർട്ട് യാണിൽ ചെയ്യുമ്പോൾ നമുക്ക് നല്ല ടൈറ്റിന് വേണം നമ്മൾ ചെയ്ത് വിടാൻ കേട്ടോ. കണ്ടോ, ഇതിപ്പോഴേ ഇങ്ങനെ വളയാൻ തുടങ്ങി. നമുക്ക് നല്ല ടൈറ്റിന് ചെയ്താലേ നമുക്കത് ഇങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ വളഞ്ഞ് വളഞ്ഞ് വരുവുള്ളൂ. ഇത് കണ്ടോ, ഇതിങ്ങനെ വെക്കുമ്പം ഇത് കണ്ടോ, ഇത് മുകളിലോട്ട് വരുന്നത് കണ്ടോ സ്റ്റിച്ചേ. ഇനി നമ്മൾ കോർണർ എത്താറായിട്ടുണ്ട്. ലാസ്റ്റത്തെ 2 ഡബിൾ ക്രോഷ്യോയും കൂടി ചെയിൻ 1
ഇതാണ് നമ്മുടെ കോർണർ. നമ്മൾ ഇതിട്ട് ചെയ്തതാണ്. അപ്പം ഇതിനിങ്ങനെ ഒന്ന് ചേർത്ത് പിടിച്ചേക്കുക ഈ സൈഡിൽ കൂടെ ചെയ്യുമ്പോൾ കേട്ടോ. ഇവിടെ നമ്മൾ ഡബിൾ ക്രോഷ്യോ ചെയ്തു ഒരെണ്ണം. ആ സെയിം ഗ്യാപ്പിൽ തന്നെ ഒരെണ്ണം കൂടി ചെയ്യണം ഡബിൾ ക്രോഷ്യോ. അപ്പൊ നമ്മൾ ചെയ്യുമ്പോൾ ചെയിൻ 1 ഇടുക, എന്നിട്ട് ഇങ്ങനെ ചെയ്യാം. നിങ്ങൾക്ക് ഓപ്ഷൻ പറഞ്ഞു തരുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ചെയ്യാം. കാരണം നമ്മൾ ഇവിടെ 4 സ്റ്റിച്ച് ഇട്ടിട്ടുണ്ട്. തുടക്കത്തിൽ നമ്മൾ 4 സ്റ്റിച്ച് ഇട്ടിട്ടുള്ളത് കൊണ്ട് നമ്മൾ ഇവിടെ ഒരു ചെയിൻ 1 ചെയ്യണം. കാരണം ഇവിടെ നമുക്കൊരു ഗ്യാപ്പ് വരണം. നമ്മൾ 3ാമത്തെ ചെയിനിലാണ് ഇവിടെ ലാസ്റ്റ് വരുമ്പോൾ അറ്റാച്ച് ചെയ്യാം. അപ്പൊ നമ്മൾ ഇവിടെ ചെയിൻ 1 വിടണം. കേട്ടല്ലോ? ഇനി ചെയിൻ 1 ചെയ്യുക. ഇതിനെ തിരിച്ചു വെക്കുക ഇങ്ങോട്ട്. അപ്പൊ അതായത് നമ്മൾ ഈ സൈഡ് നമ്മൾ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത് നമ്മൾ ഈ സൈഡിലോട്ടാണ് എടുക്കുന്നത്. ഈ സൈഡിലോട്ട് എടുക്കുമ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടം വരെ നമ്മൾ ചെയ്തു. ഇനി അടുത്തത് നമുക്ക് ഇതിന്റെ ഉള്ളിലാണ് ചെയ്യേണ്ടത്. ഈ ഓരോ സ്റ്റിച്ചുകളുടെ നേരെയാണ് നമ്മൾ ചെയ്തു പോകേണ്ടത്. നമുക്ക് ഇവിടെ ഓരോ സ്റ്റിച്ചിനും ഇങ്ങനെ ഗ്യാപ്പ് ശരിക്കും ഉണ്ട്. ഇത് കണ്ടോ? ഇതിലാണ് നമ്മൾ പിടിച്ചിട്ട് ചെയ്തു പോകേണ്ടത് കേട്ടോ. അപ്പൊ അടുത്തത്. അപ്പൊ ഈ ത്രെഡ് വേണമെങ്കിൽ നിങ്ങൾക്കൊന്നും ഇങ്ങനെ കൂട്ടിപ്പിടിച്ച് ചെയ്തു പോകാം. ഇനി അതല്ല, നിങ്ങൾക്ക് ത്രെഡ് വേറെ സെപ്പറേറ്റ് തുന്നി ചേർക്കുന്നതാണ് അതിൻ്റെ ഉള്ളിൽ കൂടെ ഇഷ്ടം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ചെയിൻ 1, അടുത്തത് ഇതിൻ്റെ ഒപ്പം ചെയിൻ 1. ഇത് കണ്ടോ? ഇത് ഇപ്പോഴേ ഇങ്ങനെ നന്നായിട്ട് വളഞ്ഞു വരുന്നത് കണ്ടോ? നല്ല ടൈറ്റിന് ചെയ്താലേ അങ്ങനെ വരുവുള്ളൂ കേട്ടോ. ഇത് ഇങ്ങനെ ഈ കോർണർ വരെ എത്തിക്കഴിയുമ്പോൾ എങ്ങനെയാണ് ഈ കോർണറിൽ ചെയ്യുന്നതെന്നുള്ളത് കാണിച്ചു തരാവേ. ഇതിപ്പോ നമ്മള് ഇത്രയും ഡബിൾ ക്രോഷ്യോ ചെയ്തിട്ട് ഇവിടം വരെ എത്തി. ഇനി നമുക്ക് ലാസ്റ്റത്തെ ഡബിൾ ക്രോഷ്യോ ചെയ്യാം. ചെയിൻ 1 ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ലാസ്റ്റത്തെ ഡബിൾ ക്രോഷ്യോ ചെയ്യാണ് കേട്ടോ. ചെയിൻ 1. ഇനി ഈ കോർണറിൽ എവിടെയാണ് നമ്മൾ ഇനി അടുത്തത് ചെയ്യേണ്ടത്? നമ്മൾ ഇവിടെ ഇട്ട് പോയിട്ടുള്ള 4 ചെയിൻ ഉണ്ട്. ഇതിന്റെ ഒരു ചെയിൻ വിട്ടിട്ട് അടുത്ത ഇതിൽ നമ്മൾ ഇവിടെ നമ്മൾ ചെയ്യണം, ഡബിൾ ക്രോഷ്യോ ചെയ്യണം. 1 ചെയിൻ 1. അവിടെ തന്നെ നമ്മൾ ഒന്നും കൂടി ചെയ്യണം. കണ്ടോ? അപ്പം ഇത് എത്ര ഉണ്ടെന്ന് നമുക്ക് ഇവിടെ എത്ര സ്റ്റിച്ചസ് ഉണ്ട് എന്നുള്ളത് നമ്മൾ കൗണ്ട് ചെയ്ത് വെക്കണം. അതേ സെയിം സ്റ്റിച്ചസ് തന്നെയായിരിക്കണം നമുക്ക് ഇവിടെ ഈ ഭാഗത്തും വരേണ്ടത്. ഇവിടെ എത്ര സ്റ്റിച്ചാണ് നമ്മൾ ചെയ്തതെന്ന് നമ്മൾ കൗണ്ട് ചെയ്യണം. അതേ സെയിം സ്റ്റിച്ച് തന്നെയായിരിക്കണം നമുക്ക് ഈ ഭാഗത്തും വരേണ്ടത്. ഇനി നമ്മൾ ഈ ലൈനിന്റെ നേരെ ഇവിടെയാണ് അടുത്ത സ്റ്റിച്ച് ചെയ്യേണ്ടത്. ഇതിന്റെ ഈ ഗ്യാപ്പിൽ കേട്ടോ, ഈ ഗ്യാപ്പിൽ വേണം അടുത്ത സ്റ്റിച്ച് നമുക്ക് ചെയ്യാനായിട്ട്. അടുത്തത് നമ്മൾ ഇവിടെ ചെയ്യും, അടുത്തത് ഇവിടെ ചെയ്യും, അടുത്തത് ഇവിടെ ചെയ്യും. അങ്ങനെ അങ്ങനെ വേണം ചെയ്തു പോകാനായിട്ട്. അപ്പൊ നമുക്ക് ഇത് തിരിച്ചിങ്ങനെ വെക്കാം. ഇനി ഇവിടെ നമ്മൾ എത്ര സ്റ്റിച്ച് നമ്മൾ ചെയ്തു എന്നുള്ളത് നമുക്ക് കൗണ്ട് ചെയ്യാവേ. 1 2 3 4 5 6 സ്റ്റിച്ച്, കോർണേഴ്സ് ഉൾപ്പെടാതെ 6 സ്റ്റിച്ച് നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് ചെയ്യാനുള്ള ഗ്യാപ്പ് നമുക്ക് ഇവിടെ ഉണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കണം. 1 2 3 4 5 6 കണ്ടോ? ഇങ്ങനെ എണ്ണുമ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് സ്റ്റിച്ച് എവിടെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്നുള്ളത് കിട്ടും. ഇവിടെ നമുക്ക് കോർണർ ആണ് വരിക. അത് അവിടെയാണ് നിങ്ങൾക്ക് തെറ്റൊക്കെ വരാനായിട്ടുള്ള സാധ്യത കൂടുതലുള്ളത് കേട്ടോ. നമുക്ക് ചെയിൻ 1 ചെയ്തിട്ട് അടുത്തത് ഇതിന്റെ ഈ ഗ്യാപ്പില് ചെയ്യുക. കണ്ടോ? ഈ ഗ്യാപ്പിൽ നമ്മൾ അടുത്തത് നമ്മൾ ചെയിൻ 1 ചെയ്യണം. അടുത്തത് ഈ ഗ്യാപ്പിൽ ചെയ്യണം. അടുത്തത് ചെയിൻ 1 ചെയ്യണം. അടുത്തത് നമ്മൾ ഈ ഗ്യാപ്പിൽ ചെയ്യണം. അടുത്തത് ചെയിൻ 1 ചെയ്യണം. അങ്ങനെ ഈ കോർണർ എത്തുമ്പോൾ ഇവിടെ 2 എണ്ണം ചെയ്യണം. ഓക്കെ, ഈ കോർണർ എത്തിയിട്ട് കാണിക്കാവേ.
ഇതിപ്പോൾ നമ്മൾ ഈ കോർണർ വരെ നമ്മൾ ചെയ്ത് തീർത്തിട്ടുണ്ട് കേട്ടോ. ഇതിലിപ്പോൾ 1 2 3 4 5 6 സ്റ്റിച്ച് ഇതിൻ്റെ ഗ്യാപ്പിൻ്റെ ഇടയിൽ വന്നു. കോർണറിൽ നമ്മൾ 2 കോർണറിലും 2 എണ്ണം വീതം ചെയ്തു. ഇനി ഇവിടുന്ന് ഇങ്ങോട്ട് ഇതുപോലെ തന്നെ ഇതിൻ്റെ മുകളിലുള്ള ഓരോ സ്റ്റിച്ചുകളിലുമാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളത് ഇങ്ങനെ തിരിച്ച് വയ്ക്കുക ഇതിനെ. എന്നിട്ട് ചെയിൻ 1 ചെയ്യുക. ഇതിൻ്റെ മുകളിലോട്ട് അടുത്ത ഒരു ഡബിൾ ക്രോഷ്യോ ചെയ്യുക. കണ്ടോ? ഇതുപോലെ ഇതിപ്പോൾ ഇങ്ങനെ വളഞ്ഞ് വളഞ്ഞ് വരുന്നത് നല്ല ടൈറ്റിന് ചെയ്യുന്നത് കൊണ്ടാണ്. ഇനി ഇവിടെ നിന്ന് നമ്മൾ ഇങ്ങോട്ട് ചെയ്യുമ്പം ഈ ഭാഗത്ത് നമ്മൾ എത്ര സ്റ്റിച്ചാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നമ്മളൊന്ന് കൗണ്ട് ചെയ്തിട്ട് വേണം കേട്ടോ ചെയ്യാനായിട്ട്. ഇവിടെ ഇപ്പം നമ്മൾ ഈ കോർണർ കഴിഞ്ഞാൽ 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 എണ്ണമാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഞാൻ ഒരെണ്ണം ഓൾറെഡി ഞാൻ ഇവിടെ ചെയ്തു. ഇനി 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 ഈ സ്റ്റിച്ചിൻ്റെ മോൾ ഭാഗം വരെയാണ് എനിക്ക് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞ് അത് ഞാൻ ഇങ്ങോട്ട് ജോയിൻ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പം ഇവിടെ നിന്ന് ഞാൻ ഇവിടം വരെ ഡബിൾ ക്രോഷ്യോ ചെയ്തത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണ് ജോയിൻ ചെയ്യുന്നതെന്ന്. ചെയിൻ 1 ഇടുക. അടുത്ത സ്റ്റിച്ചിൻ്റെ മുകളിൽ നമ്മൾ ഇങ്ങനെ ഡബിൾ ക്രോഷ്യോ ചെയ്യുക. അങ്ങനെ ആ അറ്റം വരെ എത്തട്ടെ. അപ്പോൾ നമ്മളിതാ ഈ ലാസ്റ്റ് നമ്മൾ അടയാളം വെച്ചിരുന്ന ഈ സ്റ്റിച്ച് വരെ നമ്മൾ ചെയ്തു വന്നു കേട്ടോ. ഒന്നും കൂടി ഒന്ന് കൗണ്ട് ചെയ്ത് നോക്കുക, കറക്റ്റ് എണ്ണമല്ലേ എന്നുള്ളത് നോക്കുക. ഈ കോർണറിലുള്ള ഇതിൻ്റെ മുകളിലോട്ടുള്ള സ്റ്റിച്ചാണ് നമ്മളിവിടെ ആദ്യം 4 ചെയിൻ ഇട്ടിട്ട് ചെയ്തില്ലേ, അങ്ങനെ വന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അടുത്തത് ചെയ്യാനുള്ളത് ഈ സ്റ്റിച്ചിൻ്റെ ഇത് ഇങ്ങോട്ട് ജോയിൻ ചെയ്യുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എല്ലാ സ്റ്റിച്ചിനും ഇടുന്നത് പോലെ ചെയിൻ 1 ഇടുക. അതിനുശേഷം എന്താണ് 1 2 ഇതിൽ 3-മത്തത് 4-മത്തത് ഉള്ളത് ഇതിൻ്റെ ഗ്യാപ്പ് വരാൻ വേണ്ടിയിട്ടുള്ള സ്റ്റിച്ചാണ്. അപ്പം 1 2 ഈ 3-മത്തെ ചെയിനിലോട്ട് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടിട്ട് അറ്റാച്ച് ചെയ്യണം. ഇങ്ങനെ എടുത്ത് ഇങ്ങനെ വലിക്കുക. കണ്ടോ? ടൈറ്റ് ആക്കുക. ത്രെഡൊന്ന് നല്ലതുപോലെ കണ്ടോ? നമുക്കിങ്ങനെ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടിട്ട് നമ്മൾ അറ്റാച്ച് ചെയ്തു. ഇപ്പം നിങ്ങൾ ഈ ബാഗിൻ്റെ ഇതിൻ്റെ ഷേപ്പ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇത് കണ്ടോ? ഇങ്ങനെയായി. ഇതാണ് ഇതിൻ്റെ റൈറ്റ് സൈഡ്, ഇതാണ് ഇതിൻ്റെ റോങ് സൈഡ് വരുന്നത്. ഇനി ഈ സ്റ്റിച്ചാണ് നിങ്ങൾക്ക് കാണാൻ ഭംഗിയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഈ ബാഗ് 2 രീതിയിലും നമുക്ക് തിരിച്ചും മറിച്ചും യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അപ്പം അത് കാരണം കൊണ്ട് എങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. ഇനി നമുക്ക് ഇതാണ് ഇതിൻ്റെ റൈറ്റ് സൈഡ് ആയതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഇതിനെ ഇങ്ങനെ ഈ സ്റ്റിച്ചുകളെ ഇങ്ങനെയൊന്ന് നമുക്ക് ഫ്ലിപ്പ് ചെയ്തിട്ട് ചെയ്യാം. അതായത് ഇച്ചിരി നീളത്തിലിട്ടിട്ട് ഈ നീഡിലൊന്ന് ഊരട്ടെ. ഇതിനെ ഇങ്ങനെ ചെയ്യാം. കണ്ടോ? ഇതാണ് ഈ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോയേക്കുന്നത്. ഇത് നമുക്ക് ആ ഉണ്ടായിരുന്ന ആ ത്രെഡാണ് കേട്ടോ. നമുക്കിങ്ങനെ വലിച്ച് നമുക്ക് ടൈറ്റ് ആക്കിയിട്ട് കട്ട് ചെയ്ത് കളയാം ബാക്കിയുള്ളത്. അത് ഞാൻ ഉള്ളി കൂടെ തയ്ച്ച് വിട്ടിട്ടുണ്ടായിരുന്നല്ലോ. ഓക്കെ, ഇപ്പം നമ്മൾ ഈ ബാഗിനെ നമ്മളിങ്ങനെ ഫ്ലിപ്പ് ചെയ്തു. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ അറ്റാച്ച് ചെയ്തിട്ട് ഇവിടം വരെയാണ് നമ്മളുടെ ഇതായിട്ട് നിൽക്കുന്നത്. കണ്ടോ? ഇപ്പം നമ്മളുടെ ഈ ബാഗ് ഇങ്ങനെ ചെയ്ത് വരുമ്പോൾ ഇതിങ്ങനെ ഇതായിരിക്കും നല്ല ഭാഗമായിട്ട് വരുന്നത്. റോങ് സൈഡിനെ നമ്മൾ ഉള്ളിലോട്ടാക്കി നമ്മൾ അറ്റാച്ച് ചെയ്ത് ഇവിടെയാണ് നിർത്തിയിരിക്കുന്നത്. ഇനി ഇവിടെ നിന്നും മുകളിലോട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടത്, അടുത്ത ലെയർ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറയാം. നിങ്ങൾക്ക് 2 രീതിയിൽ ചെയ്യാം കേട്ടോ. ഇനി ചെയ്തു പോകുമ്പോൾ ഈ കോർണറിൽ നിങ്ങൾക്ക് ഈ ചെയിൻ ഇടണം എന്ന് നിർബന്ധമില്ല. വേണം എന്നുള്ളവർക്ക് ചെയിൻ ഇടാം. ഇനി അല്ല എനിക്ക് കോർണർ കുറച്ചും കൂടി മനസ്സിലാകണം, അതായത് മുകളിലോട്ട് ഇനി ചെയ്യുന്ന സമയത്ത് നമുക്ക് കോർണറൊക്കെ എണ്ണേണ്ടി വരും. അപ്പൊ ആ സമയത്ത് നമുക്ക് കോർണർ കുറച്ചും കൂടി വിസിബിൾ ആയിട്ട് എനിക്ക് മനസ്സിലാകണം എന്ന് ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ ചിലപ്പോൾ ഞാനിതിൽ ചെയിൻ ഇടാതെ ചെയ്ത് കാണിച്ചു തരാം. ഈ ഒരു സ്റ്റിച്ചുകൾ ഈ കോർണറുകളിൽ മാത്രം കേട്ടോ, ബാക്കിയുള്ള സ്ഥലത്തല്ല, കോർണറുകളിൽ മാത്രം. അപ്പം ചെയിൻ 4 പകരം നമ്മൾ ചെയിൻ 3 ചെയ്യാം.
അതായത് 4ാമത്തെ ചെയിനാണ് ഇവിടെ ഗ്യാപ്പിലായിട്ട് വരുന്നത്. മനസ്സിലായല്ലോ? ചെയിൻ 3 ചെയ്തിട്ട് അടുത്ത ഡബിൾ ക്രോഷ്യോ നമ്മൾ ഇനിയിപ്പോൾ അടുത്തടുത്ത ലെയർ ചെയ്തു പോകാനായിട്ട് ഭയങ്കര എളുപ്പമാണ്. നമുക്ക് ഇവിടെ കൊണ്ടൊന്ന് ജോയിൻ ചെയ്യുന്നത് മാത്രം നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇതിൻ്റെ മുകളിലുള്ള ഈ 2 ഇതില് നമ്മൾ ചെയ്തു പോകുക. അപ്പൊ ഈ 2 സ്റ്റിച്ചുകളുടെ ഇടയിൽ ഇപ്പം നമുക്ക് ഇതില്ല. 1 2 3 ഇത് ഈ സ്റ്റിച്ചിന്റെ വി ആണ്. അപ്പം നമുക്ക് ഇതിന്റെ ഇടയിൽ ഗ്യാപ്പ് ഇല്ല കേട്ടോ. ഇനി അടുത്ത സ്റ്റിച്ചിന് വേണ്ടി നമ്മൾ ഒരു ചെയിൻ ചെയ്യണം. അടുത്ത സ്റ്റിച്ചിന്റെ മുകളിൽ നമുക്ക് അടുത്ത ഡബിൾ ക്രോഷ്യോ ചെയ്യാം. ചെയിൻ 1, അടുത്ത സ്റ്റിച്ചിന്റെ മുകളിൽ അടുത്ത ഡബിൾ ക്രോഷ്യോ. ഈ ടീഷർട്ട് യാണിൽ ചെയ്യാന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമൊന്നും അല്ല കേട്ടോ. നല്ല ടൈറ്റാണ്, നല്ല ടൈറ്റിന് ചെയ്യാൻ വേണം. ഇത് കണ്ടോ, നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായോ ഞാൻ പറഞ്ഞത്? ഇതിന്റെ അത്രയും ഗ്യാപ്പ് ഇത് തമ്മിൽ ഉണ്ടാവില്ല കേട്ടോ. അത് നമ്മൾ 4 ചെയിൻ ചെയ്യാതെ 3 ചെയിൻ ചെയ്തത് കൊണ്ടാണ്. അതിന് നമുക്ക് മുകളിലോട്ട് ചെയ്ത് വരുമ്പോൾ നമുക്ക് ആ ഗ്യാപ്പ് കറക്റ്റായിട്ട് ആ കോർണേഴ്സ് മനസ്സിലായി കിട്ടാനും കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ. വേണം എന്നുള്ളവർക്ക് അത് ചെയ്യാം കേട്ടോ. നമ്മൾ ഇതുപോലെ ഒരു സ്റ്റിച്ച് മാർക്കർ ഇട്ട് വെച്ചാൽ മതി. ഇതുപോലെ ഒരു സ്റ്റിച്ച് മാർക്കർ ഇവിടെ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് ആദ്യം ചെയ്ത സ്റ്റിച്ച് ഏതാണ്, കയറിയ സ്റ്റിച്ച് ഏതാണ്, ഈ കോർണറിലെ സ്റ്റിച്ച് ഏതാണ് എന്നുള്ളതെല്ലാം കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാവും കേട്ടോ. അപ്പം ഇതുപോലെ നമ്മൾ ഇവിടെ വരെ ഈ കോർണറിലെത്തും. ഈ കോർണറിലെത്തി കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ സ്റ്റിച്ച് ഇടാതെ ചെയിൻ ഇടാതെ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് കാണിക്കാവേ. ഇവിടെ നമ്മൾ ഈ കോർണറിലല്ലാതെ 2 4 6 സ്റ്റിച്ച് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഒരു ചെയിൻ ചെയ്യണം. ഈ കോർണറിൽ ചെയ്തിരിക്കുന്ന 2 സ്റ്റിച്ചുകളുടെ ഇടയിലുള്ള ചെയിനാണ് നമ്മൾ ചെയ്യാതെ വിടുന്നത് കേട്ടോ. അപ്പോൾ ഈ കോർണറിലെ ആദ്യത്തെ ഡബിൾ ക്രോഷ്യോയുടെ മുകളിൽ നമ്മളിവിടെ ഡബിൾ ക്രോഷ്യോ ചെയ്യുകയാണ്. അത് കഴിഞ്ഞിട്ട് ചെയിൻ ഇടണ്ട. ചെയിൻ ഇടാതെ അടുത്ത ഇതിൻ്റെ പുറത്തും നമ്മളിതുപോലെ ഡബിൾ ക്രോഷ്യോ ചെയ്യുക. അത് കഴിഞ്ഞ് പിന്നെ ചെയിൻ ഇടണം. ഓക്കെ. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ലെയർ ഇങ്ങനെ മുകളിലോട്ട് കയറി വരണം. ഈ കോർണറിൽ നമ്മൾ ചെയിൻ സ്കിപ്പ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അത് ചെയ്തു വരുമ്പോൾ എങ്ങനെയുള്ള ഒരു പാറ്റേൺ ആണ് വരുന്നത് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇത് ഈ അറ്റം വരെ ചെയ്യുക. അവിടെ നിന്ന് ഇങ്ങനെ ഫുള്ള് വന്നിട്ട് ഇവിടെ വന്ന് നമ്മൾ നേരത്തെ ജോയിൻ ചെയ്തതുപോലെ നമ്മൾ ഈ 3ാമത്തെ ചെയിനിലോട്ട് വേണം നമ്മൾ ജോയിൻ ചെയ്തെടുക്കാൻ കേട്ടോ. നമ്മളിവിടെ അടയാളം ഇട്ടിട്ടുണ്ട് 3ാമത്തെ ചെയിൻ. ഈ 3ാമത്തെ ചെയിനിലോട്ട് വേണം നമ്മൾ ജോയിൻ ചെയ്തെടുക്കാൻ. ഇതുപോലെ തന്നെ നമുക്ക് ഈ വർക്ക് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വേണം എന്നുണ്ടെങ്കിൽ ഈ കോർണറിന്റെ ഈ ഭാഗങ്ങളുണ്ടല്ലോ, നമ്മൾ ഈ ചെയ്തിരിക്കുന്ന ഈ കോർണറിന്റെ സ്റ്റിച്ചുകൾ, ഇത് നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഒരു മാർക്കർ ഇട്ടിട്ട് പോകാം. എല്ലാ കോർണേഴ്സിലും നമുക്ക് ഇതുപോലെ ഒന്ന് മാർക്ക് ഇട്ടിട്ട് പോകാനായിട്ട് പറ്റും. ഇപ്പൊ നമ്മൾ ഇവിടെയാണ് ആദ്യത്തെ ചെയ്തത്. ഈ ഇതിന്റെ ഇവിടെ നിന്ന് ഇവിടെയാണ് നമ്മൾ ആദ്യത്തെ കോർണറിന്റെ ഫസ്റ്റ് സ്റ്റിച്ച് നമ്മൾ ചെയ്യാനായിട്ട് പോയത്. അപ്പൊ നമ്മൾ ഇവിടെ ഇട്ടു. അപ്പൊ നമുക്ക് അറിയാം ഇതിന്റെ മുകളിലോട്ട് വരുന്ന സ്റ്റിച്ചുകളാണ് കോർണറിന്റെ സ്റ്റിച്ചുകൾ എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അത് നമ്മളെ ലാസ്റ്റ് ഹെൽപ്പ് ചെയ്യും കേട്ടോ ഭയങ്കരമായിട്ട്. അതുപോലെ തന്നെ ഈ കോർണറിലും നമ്മൾ ഇടുക, ഈ കോർണറിലും നമ്മൾ ഇടുക. അപ്പൊ നമുക്ക് ഇങ്ങനെ താഴെ ബോട്ടം 4 സ്റ്റിച്ച് മാർക്കേഴ്സ് ഉണ്ടാവും. ഇനി ഇതുപോലെ നമ്മൾ മുകളിലോട്ട് ഇങ്ങനെ എത്ര ലെയർ ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. ഇതിപ്പോ നമ്മൾ ഫസ്റ്റ് ലെയർ ആയി, സെക്കൻഡ് ലെയർ ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ 15 ലെയർ നമ്മൾ മുകളിലോട്ട് ചെയ്യണം. അപ്പൊ ഇത് 15 ലെയർ ചെയ്ത് കഴിയുമ്പോൾ എങ്ങനെയാണ് ഉണ്ടാകുക എന്നുള്ളത് ഞാൻ കാണിച്ചു തരാവേ. ഇതിപ്പോ ഞാൻ ടീഷർട്ട് യാണിലാണ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തന്നത്. അപ്പൊ ഇതിന്റെ ഒരു വലിപ്പവും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഇനി ഞാൻ വേറെ ഒരു ത്രെഡില് ഇത് എങ്ങനെയാണ് ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടാവുക എന്നുള്ളത് കാണിച്ചു തരാം. ഈ ഒരു ത്രെഡിൽ കണ്ടോ, ഇത് ഫുൾ കോട്ടൺ ത്രെഡാണ്, ട്വിസ്റ്റഡ് ത്രെഡാണ്. നമുക്ക് ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമാണ്. ടീഷർട്ട് യാണിനെ കഴിഞ്ഞും ഒക്കെ കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ത്രെഡാണ്. പക്ഷെ അതിന്റെ അത്ര ലാസ്റ്റ് ചെയ്യുമോ എന്നുള്ളത് എനിക്കറിയില്ല. ഇപ്പൊ ഞാൻ ഈ ത്രെഡില് ഇത് 15 ലെയർ വരെ ഞാനിത് ചെയ്തു വെച്ചിട്ടുണ്ട് കണ്ടോ. ഇതിന്റെ ഉള്ളിൽ ഞാനൊരു ഓർഗനൈസർ ഇട്ട് വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത് ഈ ഷേപ്പ് കറക്റ്റ് മനസ്സിലാകുന്നത്. അല്ലെങ്കിൽ ഇത് ചെയ്തു വരുമ്പോ ഇത്ര വലിപ്പം ഉണ്ടാവും ഈ ബാഗ് കണ്ടോ, ഇത്ര വലിപ്പം ഉണ്ടാവും ഈ ബാഗ്. നമുക്ക് ഇത് കണ്ടോ, നമ്മൾ കോർണറിൽ
ഇത് ഇട്ട് വെച്ചിരിക്കുന്ന കാരണം കൊണ്ട് നമ്മുടെ ബോട്ടം ഏതാണ്, ഇതാണ് ഇതിന്റെ ബാക്ക് സൈഡ് വരുന്നത്. കണ്ടോ, ബോട്ടം വരുന്നത് ഈ ബാഗിന്റെ ഇതാണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് നമുക്ക്, മുകളിലോട്ടാണ് നമുക്ക് 15 ലെയർ നമ്മൾ ചെയ്തിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇനി ഇത് കണ്ടോ, ഇതാണ് നമ്മൾ ആ ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് ചെയ്യുമ്പോൾ ഈ 2 സ്റ്റിച്ച് ഇങ്ങനെ അടുത്ത് വരും. ബാക്കിയുള്ളതിന്റെ ഇടയിലെല്ലാം ഇങ്ങനെ ഗ്യാപ്പ് ഉണ്ടാവും. ഇവിടെ വരെ വരുമ്പോൾ ഈ 2 സ്റ്റിച്ചിന് ഇങ്ങനെ ഇടയിൽ ഗ്യാപ്പ് ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് നമ്മുടെ കോർണേഴ്സ് മനസ്സിലാകാനായിട്ട് എളുപ്പമായിരിക്കും. ഇതുപോലെ നമ്മൾ താഴേന്ന് തൊട്ട് നമ്മൾ ഓരോ ലെയർ ചെയ്യുമ്പോഴും സ്റ്റിച്ച് മാർക്കർ ഇട്ട് കയറി വന്നാല് നമുക്ക് ഇവിടെ മുകളിലെ ലൈനിൽ വരെ എത്തുമ്പോൾ നമുക്ക് ഇത്രയും ഉണ്ടായിരിക്കും സ്റ്റിച്ച് മാർക്കർ കേട്ടോ. ഇങ്ങനെ 4 ഇതായിട്ട് കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. ഇനി ഇത് എത്ര എണ്ണമാണ്, ഇത് ഞാൻ ഏത് നീഡിലാണ് ചെയ്തത്, ഇത് ഞാൻ ലൂസ് ആക്കിയിട്ടാണ് ചെയ്തേക്കുന്നത്. അതുകൊണ്ടാണ് ഈ ബാഗ് ഇത്രയും വലുപ്പത്തിൽ ഇരിക്കുന്നത്. ഇത് നമ്മൾ ടീഷർട്ട് യാണിനെ കഴിഞ്ഞും കനം കുറഞ്ഞ ത്രെഡാണ്, പക്ഷെ ഞാൻ ഇത് നല്ല ലൂസ് ആക്കിയിട്ടാണ് ഈ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ബാഗ് ഇങ്ങനെ നല്ല ഒഴുകി കിടക്കുന്നത്. ഇത് ഞാൻ 6 mm നീഡിൽ ഇട്ടിട്ടാണ് ഇത് ചെയ്തെടുത്തിരിക്കുന്നത്. ഇത് എത്ര ലെയർ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കാണിക്കാവേ. ഇനി നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് എത്ര ലെയർ ആണ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് കൗണ്ട് ചെയ്യാൻ പോവാണ് കേട്ടോ. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 ലെയർ നമ്മൾ ചെയ്തു. ലാസ്റ്റ് ഇവിടെ വരെ നമ്മൾ എത്തി നിൽക്കുകയാണ്. ഇനി നമുക്ക് ഇത് ഇങ്ങോട്ട് ജോയിൻ ചെയ്യണം. അപ്പൊ നമ്മൾ ചെയിൻ 1 ഇട്ടിട്ട് നമ്മൾ ഇത് ഇങ്ങോട്ട് നമ്മളിവിടെ അടയാളം ഇട്ടിട്ടുണ്ട്, അത് നമ്മൾ ഊരിയിട്ട് നമ്മൾ ഇങ്ങോട്ട് ജോയിൻ ചെയ്യാണ് ചെയ്യുന്നത്. ഇതിന് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടിട്ടാണ് ജോയിൻ ചെയ്യുന്നത്. കണ്ടോ? ഇനി അടുത്ത ഇതിന്റെ ഹാൻഡിലാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ ബാഗിന്റെ ഷേപ്പ് കുറച്ചും കൂടി ഒന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാൻ ആ ഓർഗനൈസർ ഒന്ന് എടുത്ത് ഉള്ളിൽ വെക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ബാഗിന്റെ കുറച്ചും കൂടി ഷേപ്പ് ഒന്ന് മനസ്സിലാവും. നിങ്ങൾക്ക് ഈ ആമസോണിൽ മേടിക്കാൻ കിട്ടും കേട്ടോ ഇങ്ങനത്തെ ഓർഗനൈസർ. അപ്പൊ ഇതുപോലെ ലൂസ് ബാഗ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഓർഗനൈസർ ഒക്കെ ഉള്ളിലെടുത്ത് വെച്ചാൽ മതി. ഇത് നമ്മളിവിടെ ചെയ്ത് കഴിയുമ്പം തന്നെ നമ്മൾ സ്റ്റിച്ച് മാർക്കർ ഇടണം. സ്റ്റിച്ച് മാർക്കർ ഇടാനായിട്ട് മറക്കരുത് കേട്ടോ. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മൾ എങ്ങനെയാണ് ഇതിന്റെ ഹാൻഡിൽ ചെയ്യുന്നത് എന്നുള്ളത് കാണിച്ചു തരാം. പിന്നെ ഒരു കാര്യം ഞാൻ പറയാനായിട്ട് മറന്നുപോയി. ഇതിപ്പോ നമ്മൾ ടീഷർട്ട് യാണിലാണ് ഇത് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ അകത്ത് ഓർഗനൈസറിന്റെ ആവശ്യമൊന്നുമില്ല. കാരണം ഇത് കണ്ടോ, അത് അതിന്റെ ഷേപ്പ് അത് നന്നായിട്ട് ഇങ്ങനെ ഇരുന്നോളും. ഇതിന്റെ ഈ സൈഡൊക്കെ കണ്ടോ, ഇങ്ങനെ കറക്റ്റായിട്ട് നമുക്ക് ഇത്രയും വീതിക്കാണ് വരുന്നത്. കണ്ടോ, ഓർഗനൈസർ വെച്ചാൽ കുറച്ചും കൂടി നമുക്ക് വെയിറ്റ് കൂടും. ഇത് പിന്നെ കനം കുറഞ്ഞ ത്രെഡ് ആയതുകൊണ്ട് നമുക്ക് ഓർഗനൈസർ വെക്കാം, അധികം വെയിറ്റ് കൂടില്ല. ഇത് നല്ല കനമുണ്ട് അത്യാവശ്യം. അപ്പോൾ അത് കാരണം കൊണ്ട് ഇതിന് നമുക്ക് അങ്ങനെ അത് വെക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് ആ ഷേപ്പിൽ തന്നെ നമുക്ക് വന്നോളും. ഇനി നമ്മൾ ചെയ്യുന്നത് ഈ സ്റ്റിച്ചുകളാണ് നമ്മൾ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് സ്ലിപ്പ് സ്റ്റിച്ചാണ്. ഇത് മുഴുവനും നമ്മൾ ചെയ്തു പോകുന്നത്. ഇത് ഒരു 1 2 3 4 5 ലെയർ നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ അകത്ത്. ഓക്കെ, അപ്പൊ ആദ്യത്തെ ഒരു ലെയർ ഫുള്ള് നമ്മൾ ഈ ബാഗിന്റെ ഇത് ഫുള്ള് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് നമ്മൾ വള്ളി ചെയ്യാനായിട്ട് തുടങ്ങുന്നത് കേട്ടോ, ഇതിന്റെ ഹാൻഡിൽ ചെയ്യാനായിട്ട് തുടങ്ങുന്നത്. അപ്പം ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, നമ്മളിതാ ഇവിടെ ഇങ്ങനെ ചെയ്തു വെച്ചില്ലേ, ഇവിടെ നിന്നും ഫസ്റ്റ് സ്റ്റിച്ച് നമ്മൾ മാർക്കർ ഇടാനായിട്ട് മറക്കരുത്. ഇതിപ്പോ നമ്മൾ ഇതിൽ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് അറ്റാച്ച് ചെയ്തു, നമ്മൾ മാർക്കർ ഇട്ടു. അത് കഴിഞ്ഞിട്ട് ഈ എല്ലാ സ്റ്റിച്ചിൽ കൂടി നമ്മൾ ഒന്ന് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ. നമ്മളിതാ ഈ പാറ്റേൺ ആണ് ചെയ്യാനായിട്ട് പോകുന്നത്. കണ്ടോ, ഈ പാറ്റേൺ ആണ് നമ്മൾ ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇതിന്റെ ഹാൻഡിൽ ചെയ്യാനായിട്ട് തുടങ്ങുന്നത്. അപ്പം ഇതിന്റെ ഈ മോളിലുള്ള ഇതിൽ മാത്രം നമ്മൾ ത്രെഡിൽ കൂടെ ഇങ്ങനെ എടുത്തിട്ട് നമ്മളിത് ഇവിടെ ഇങ്ങനെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തു പോകും. കണ്ടോ, നമുക്ക് ഇങ്ങനെ ഒരു പാറ്റേൺ കിട്ടും. ഇത് ഫുള്ള് ഈ അറ്റം വരെ ചെയ്തിട്ട് കാണിക്കാം കേട്ടോ. നമ്മളിപ്പം സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് ഈ റൗണ്ട് ഫുള്ള് ഇതുവരെ ചെയ്തിട്ട് ഇവിടെ വരെ എത്തി. ഇനിയാണ് നമ്മൾ ഇതിന്റെ ഹാൻഡിൽ ചെയ്യാനായിട്ട് തുടങ്ങുന്നത്. ഇപ്പോൾ ഒരു സ്റ്റിച്ചും കൂടി ബാക്കിയുണ്ട്, അതും കൂടി നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തു. ഇനി ഇതിലോട്ട് നമ്മൾ ജോയിൻ ചെയ്യണം.
ഇതിലോട്ട് നമ്മൾ ജോയിൻ ചെയ്ത് ഹാൻഡിൽ ചെയ്യാനായിട്ട് തുടങ്ങുമ്പോൾ അടുത്തതിലോട്ട് നമ്മൾ ഇതുപോലെ തന്നെ സ്ലിപ്പ് സ്റ്റിച്ച് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ മാർക്കർ ഇവിടെ ഇട്ടിട്ട് നമ്മൾ ഇതുപോലെ നമ്മൾ ഈ മാർക്കർ ഇവിടെ ഇട്ടു. നമ്മളിത് ഇവിടെ സ്റ്റിച്ച് മാർക്കർ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ത്രെഡിനെ ഒന്ന് അഴിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ ഒന്നിങ്ങനെ നീളത്തിൽ ഇട്ടിട്ട് നമ്മൾ ഇനി സ്റ്റിച്ച് മാർക്കറുകളുടെ അളവൊന്ന് മാറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഹാൻഡിൽ ചെയ്യുമ്പോൾ നമുക്ക് ഈ സൈഡിൽ നിന്ന് ഇത്രയും ഗ്യാപ്പ് കുറവായിരിക്കും. ഇവിടെ നമുക്ക് ഈ ഹാൻഡിലിൻ്റെ ഇതിങ്ങനെയാണ് വരേണ്ടത്, ഒരുപാട് സ്പേസ് വേണ്ട നമുക്ക് ഹാൻഡിലിന്. അപ്പം എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു 3 സ്റ്റിച്ച് നമ്മളൊന്ന് കഴിഞ്ഞിട്ട് മാർക്ക് ചെയ്യാം. അപ്പോൾ 1 2 3 ഇവിടെയാണ് നമ്മൾ, ഇതിനാണ് ഞാൻ നിങ്ങളോട് ആദ്യമേ പറഞ്ഞത് ഇതിൽ മാർക്കർ ഇട്ട് പോകണം എന്നുള്ളത്. എന്നാലേ നമുക്കിത് ഇങ്ങനെ മാർക്ക് ചെയ്യാൻ എളുപ്പമുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ സ്റ്റിച്ച് എണ്ണി ഒരു പരുവാകും. 1 2 3 ഈ മൂന്നാമത്തെ ചെയിനിൽ ഇതാണ് ഇതിൻ്റെ സ്റ്റിച്ച് വരുന്നത്. ഇവിടെ നമ്മൾ ഒരു സ്റ്റിച്ച് മാർക്കർ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഹാൻഡിൽ ഇനി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതിൻ്റെ അടുത്തത് വരുമ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുക. അതുവരെ നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് പോകും കേട്ടോ. അപ്പം ഈ സ്ലിപ്പ് സ്റ്റിച്ച് അവസാനിപ്പിക്കേണ്ട ഇതിൻ്റെ മാർക്കറും നമ്മൾ ഇവിടെ ഇട്ടുകൊണ്ട് പോകണം. ഇത് ഊരരുത്, അല്ലെങ്കിൽ നമുക്കിത് ഇതിൻ്റെ ലെയർ എത്ര എണ്ണം ഉണ്ട് എന്നുള്ളതിൻ്റെ ഇവിടെ കൂടുതൽ വരും. ഇനി നമ്മളിതിനെ തിരിച്ചു ഇങ്ങോട്ടും ഇതുപോലെ തന്നെ ഇവിടെ നിന്ന് ഇതാണ് ഇതിൻ്റെ, മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലെ? നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ അടുപ്പിച്ച് ചെയ്തത്. ഇത് കണ്ടോ, ഇതിൻ്റെ ഈ സ്റ്റിച്ച് മാർക്കർ നമ്മൾ ഊരിയിട്ട് ഇതാണ് 2 എണ്ണം അടുപ്പിച്ചതിൻ്റെ ആദ്യം കിടക്കുന്നത്. ഇവിടെയാണ് നമ്മൾ മാർക്കർ ഇട്ടിരുന്നത്. ഓക്കെ, ഇതിൻ്റെ ഉള്ളിലോട്ടാണ് നമ്മൾ 3 എണ്ണം അളക്കേണ്ടത്. 1 2 3 ഈ മൂന്നാമത്തേതിൽ ഇവിടെയാണ് നമ്മൾ അടുത്ത സ്റ്റിച്ച് മാർക്കർ ഇടേണ്ടത്. ഓക്കെ, ഇതിൻ്റെ ഇടയിലാണ് സ്റ്റിച്ച് മാർക്കറൊക്കെ കംപ്ലൈൻ്റ് ആയി തുടങ്ങി തോന്നുന്നുണ്ട്. നമുക്ക് ഇവിടെ ഇടാവേ സ്റ്റിച്ച് മാർക്കർ. ഈ മൂന്നാമത്തേതിൻ്റെ ഇതിൽ ഇനി ഇതിൻ്റെ ഇടയിലാണ് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത്. മനസ്സിലായല്ലോ? അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഇപ്പം ഈ ഭാഗം നമുക്കിങ്ങനെ മടങ്ങി ഇതിൻ്റെ ഉള്ളിലോട്ട് ഇങ്ങനെ പോകും കേട്ടോ. കണ്ടോ, ഇതിങ്ങനെ മടങ്ങി ഉള്ളിലോട്ട് പോകുമ്പോൾ നമുക്ക് ഇത്രയാണ് ഹാൻഡിലിൻ്റെ ഇതിന് കിട്ടുന്നത്. ഓക്കെ, ഹാൻഡിലിൻ്റെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ചോദിക്കുന്നു. ഹാൻഡിലിൻ്റെ ഈ ലെങ്ത്, ഈ വിഡ്ത്താണ് ഞാൻ പറയുന്നത് കേട്ടോ. മനസ്സിലായല്ലോ? ഇത് ചെയ്തെടുക്കാനുള്ളത് എങ്ങനെയാണ് ഈ കോർണറിൽ നിന്ന് ഇങ്ങോട്ട് മെഷർ ചെയ്ത് സ്റ്റിച്ച് മാർക്കർ ഇടുന്നത് എന്നുള്ളതാണ് കാണിച്ചു തന്നത്. ഇനി ഇതുപോലെ തന്നെ നമ്മൾ ബാക്കിലുള്ള സ്റ്റിച്ച് മാർക്കറും ഇതുപോലെ മുമ്പിലോട്ട് നമ്മൾ മാർക്ക് ചെയ്യണം. അപ്പം ഇതുപോലെ നമ്മൾ, ഇതാണ് നമ്മൾ ബാക്കിലിട്ട സ്റ്റിച്ച് മാർക്കർ, ഇതാണ് നമ്മളുടെ സ്റ്റിച്ച്. അപ്പം നമ്മൾ ഇത് ഊരി ഇവിടെ നിന്ന് 1 2 3 ഈ മൂന്നാമത്തെ ഇതിൽ നമ്മൾ ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്തിടും. അതുപോലെ തന്നെ നമ്മൾ ഇവിടെ നിന്ന് 1 2 3 മൂന്നാമത്തെ ഇതിൽ ഊരിയിട്ട് നമ്മൾ ഇതിവിടെ മാർക്ക് ചെയ്തിടും. ഇനി ഒന്നും കൂടി നിങ്ങൾക്ക് കൺഫേം ആയിട്ട് തന്നെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയിലുള്ള സ്റ്റിച്ചുകൾ എണ്ണി നോക്കുക എത്ര എണ്ണം ഉണ്ട് എന്നുള്ളത്. അപ്പം ഇത് ഇട്ടിരിക്കുന്ന അടക്കം കൂട്ടിയിട്ട് 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 18 19 20 21 22 23 24 25 26 27 എണ്ണം. തിരിച്ച് നമ്മൾ എണ്ണി നോക്കുക എത്ര എണ്ണം വരുന്നുണ്ട് എന്നുള്ളത്. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27. കണ്ടോ, കറക്റ്റാണ്. നമ്മൾ ഇവിടെ എല്ലാം ചെയ്യുന്ന എണ്ണങ്ങൾ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ മുകളിൽ ഇടാനായിട്ട് ഇതിൻ്റെ സ്റ്റിച്ച് മാർക്കർ ഇങ്ങോട്ട് മാറ്റി ഇടാനായിട്ട് എളുപ്പമായിരിക്കും. അല്ലെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ താഴേന്ന് തൊട്ട് പിന്നെയും ഇങ്ങനെ എണ്ണിക്കൊണ്ടിരിക്കേണ്ടി വരും. ഇനി നമുക്ക് ചെയ്തു പോകാനായിട്ട് വളരെ ഈസിയാണ്. ഒന്നുമില്ല, സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക അടുത്ത മാർക്കർ വരെ. ഇത് നമ്മുടെ ഇത് അവസാനിപ്പിക്കേണ്ട ഒരു മാർക്കറാണ്, അത് ശ്രദ്ധിക്കണം. എന്നിട്ട്
ഇത് നമ്മൾ രണ്ട് ഹാൻഡിലിൻ്റെയും ഇടയിലുള്ള സ്പേസ് ആണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. ഇനി ഓരോ സ്റ്റിച്ചിലും നമ്മളിങ്ങനെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തു പോവുകയാണ് ചെയ്യുന്നത്. ഇവിടെ നിന്ന് തൊട്ട് നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഇത് ഇവിടെ ഇടുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഇതിലെ അളവിനും എങ്ങാനും ഡൗട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഇതിനെ ഇങ്ങനെ എടുത്തിട്ട് നമുക്കിതാ ഇതിൻ്റെ താഴോട്ടാക്കിയിട്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം കേട്ടോ. ഇതിൻ്റെ ആ ഏത് സ്ഥലമാണെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് ജോയിനിങ് കേട്ടോ. താഴത്തെ ഫസ്റ്റത്തെ ഇതിലിട്ടാലും മതി. ഇത് നമ്മളിങ്ങനെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് പെട്ടെന്ന് ചെയ്ത് തരും കേട്ടോ. ഇതുകൾ പെട്ടെന്ന് ഭയങ്കര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇത് ഹാൻഡിൽ നമുക്ക് ഇതിൻ്റെ ഈ ബോഡി ചെയ്തെടുക്കാൻ വേണ്ടി മാത്രമാണ് കുറച്ച് സമയം പോകുന്നത്. നമ്മളിവിടെ മാർക്ക് ചെയ്തില്ലേ, മാർക്ക് ചെയ്തിൻ്റെ തൊട്ട് മുൻപിൽ നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് വരെ എത്തി. മാർക്ക് ചെയ്തതിൻ്റെ അവിടെ നമ്മൾ ചെയ്യരുത്. ഓക്കെ, ഈ മാർക്ക് നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്നതിൻ്റെ അവിടെ ഇനി നമ്മൾ ചെയ്യണ്ട. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ നിന്നും ഇങ്ങോട്ട് ഹാൻഡിലാണ് ചെയ്യേണ്ടത്. അപ്പം ഒരു 50 ചെയിൻ ചെയ്യാം നമുക്ക്. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 ഇങ്ങനെ 50 ചെയിൻ ചെയ്യണം കേട്ടോ. ഇതാ ഇപ്പം നമ്മൾ 50 ചെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ അതിൻ്റെ ഹാൻഡിലിന് വേണ്ടിയിട്ട്. അപ്പം ഇതിൻ്റെ ഈ ചെയിൻ്റെ ഇതിങ്ങനെ കറക്റ്റായിട്ടാണോ ഇത് വന്നിരിക്കുന്നത് എന്നുള്ളത് നമ്മളൊന്ന് നോക്കണേ. എന്നിട്ട് വേണം നമ്മളിത് അറ്റാച്ച് ചെയ്യാനായിട്ട്. ഇതിൻ്റെ ഈ ഭാഗം നമ്മളിങ്ങനെ കറക്റ്റാക്കിയിട്ട് അതിൻ്റെ ആ വി ഭാഗം മുകളിലോട്ട് വരുന്നത് പോലെ കറക്റ്റാക്കി വയ്ക്കുക. എന്നിട്ട് നമ്മൾ ഇതിലോട്ട് അറ്റാച്ച് ചെയ്യാനായിട്ട് പോവുക. അതായത് നമ്മളിവിടെ ഈ സ്റ്റിച്ച് മാർക്കർ ഇട്ടില്ലേ, അതിൻ്റെ തൊട്ടടുത്ത സ്റ്റിച്ചിലേക്കാണ് നമ്മൾ അറ്റാച്ച് ചെയ്യാനായിട്ട് പോകുന്നത്. ഇങ്ങനെ കൊണ്ടുവന്നിട്ട് നമ്മൾ ഇങ്ങനെ അറ്റാച്ച് ചെയ്തു കണ്ടോ. അപ്പോൾ ഇത് നമ്മൾ ഈ ഹാൻഡിൽ അറ്റാച്ച് ചെയ്യുകയാണ്. അടുത്തത് തൊട്ട് നമ്മൾ അടുത്ത സ്റ്റിച്ച് മാർക്കർ വരെ നമ്മൾ ഇതുപോലെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് പോകും. നമ്മളപ്പോൾ അടുത്ത സ്റ്റിച്ച് മാർക്കറിൻ്റെ അടുത്തുള്ള സ്റ്റിച്ച് വരെ എത്തി കണ്ടോ. ഇതാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇനി ഇവിടെ നിന്ന് നമ്മൾ ഇപ്പുറത്തിട്ടതുപോലെ തന്നെ നമ്മളിവിടെ ഈ ഇതിട്ടില്ലേ, ഇതുപോലെ തന്നെ ഇങ്ങോട്ട് 50 ചെയിൻ ചെയ്യുക. 50 ചെയിൻ ചെയ്തിട്ട് നമ്മൾ അറ്റാച്ച് ചെയ്യേണ്ടത് ഇതിലോട്ടാണ് കേട്ടോ. ഇതിൻ്റെ തൊട്ട് ഇപ്പുറത്തുള്ള ഈ സ്റ്റിച്ചിലോട്ട് നമ്മൾ അറ്റാച്ച് ചെയ്യുക. എന്നിട്ട് ഇവിടെ നിന്ന് ഇവിടം വരെ നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച്, ബാക്കി ഇങ്ങനെ ഫുള്ള് സ്ലിപ്പ് സ്റ്റിച്ചാണ് വരുന്നത് ഇത് ഇവിടം വരെ. ഓക്കെ, അപ്പം ഇത് ഇടുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്ര ലെയറാണ് ചെയ്യണത്. അതായത് ഇപ്പോൾ ഈ ബാഗിൻ്റെ കണ്ടോ ലെയർ കണ്ടോ, ഇതിലിപ്പം 1 2 3 4 ലെയറാണ് ചെയ്തിരിക്കുന്നത്. ഇതിപ്പോൾ ഞാൻ ഒരെണ്ണമാണ് ചെയ്തിട്ടുള്ളൂ. ഇതുപോലെ 4 ലെയർ കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ ഇതിവിടെ വന്ന് അവസാനിച്ച് ഇവിടെയാണ് നമ്മൾ കെട്ടിട്ട് അവസാനിപ്പിക്കേണ്ടത്. സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് ഇവിടം വരെ എത്തിയിട്ട് വേണം അവസാനിപ്പിക്കാൻ. അല്ലെങ്കിൽ ഇതിൻ്റെ വിഡ്ത്തും ഇവിടുത്തെ വിഡ്ത്തും തമ്മിൽ വ്യത്യാസം വരും. മനസ്സിലായോ? അതിനാണ് ഈ മാർക്കർ ഇടണം എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ 50 ചെയിൻ ചെയ്തു. എന്നിട്ട് ഇത് കറക്റ്റായിട്ടാണോ ഇരിക്കുന്നത് എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്യുക. എന്നിട്ട് നമ്മളിതിനെ ഇതിൻ്റെ അടുത്ത സ്റ്റിച്ചിലോട്ട് ഇതുപോലെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് അറ്റാച്ച് ചെയ്യുക. ഇനി ഇവിടുന്ന് ഇങ്ങോട്ട് അടുത്ത സ്റ്റിച്ച് മാർക്കർ വരെ നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് പോവുക. ഇത് കണ്ടോ, നമ്മൾ ഇവിടെ ലാസ്റ്റത്തെ ഒരു സ്റ്റിച്ചും കൂടിയുണ്ട്, ബാലൻസ് സ്ലിപ്പ് സ്റ്റിച്ച്. ഇനി ഈ ചെയിനിലോട്ട് എങ്ങനെയാണ് കയറുന്നത് എന്നുള്ളത് നമ്മൾ ഇവിടെ ചെയ്തതുപോലെ തന്നെ ഇതിൻ്റെ ഒരെണ്ണത്തിൽ എടുത്താൽ മതി. ഈ ബാക്കുകളിലുള്ള ലൂപ്പിൽ മാത്രം എടുത്താൽ മതി. ഇങ്ങനെ ഓരോന്നിലോട്ട് ഇങ്ങനെ ചെയ്തു പോകും കണ്ടോ. അപ്പം ഈ നമ്മൾ ഈ ഹാൻഡിൽ ചെയ്യാനായിട്ട് ചെയിൻ ഇട്ടില്ലേ, അതിനിങ്ങനെ കട്ടി കൂടുതലായിട്ട് വരും കേട്ടോ. ഇത് കണ്ടോ, ഇവിടെ നിന്ന് നമ്മൾ ഇങ്ങനെ വന്ന് അവിടെ ഒരു ഇതും ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ നമ്മളിതാ ഇവിടെ നിന്ന് ഇങ്ങനെ കയറി
ഇത് ഫുള്ള് നമ്മൾ ചെയ്ത് അതുപോലെ തന്നെ ഇവിടെ എത്തിക്കഴിഞ്ഞ് കഴിയുമ്പം ഇതിലും ചെയ്ത് അതുപോലെ തന്നെ നമ്മൾ ഇവിടെ ലാസ്റ്റ് എത്തിക്കഴിയുമ്പം ഇതാ ഇതിലും ചെയ്തിട്ട് വേണം ഇങ്ങനെ ഇവിടം വരെ ചെയ്യുക. അടുത്ത ചെയിനിലും നമ്മളിപ്പോൾ ഇതുപോലെ കയറിയതുപോലെ ഇവിടെ ബാക്കിൽ വരുമ്പം ഇതുപോലെ അടുത്ത സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് ഇവിടെ ഒരു ലൈൻ എത്തിക്കഴിയുമ്പം ഇതുപോലെ തന്നെ ഈ ബാക്കിൽ കാണുന്ന ഈ ലൂപ്പുകളിൽ കണ്ടോ, ഈ ലൂപ്പുകളിൽ നമ്മൾ ചെയ്യുക. അങ്ങനെ ഈ ത്രെഡ് ഒരു 4 എണ്ണമെങ്കിലും വേണം. എന്നാലേ നമുക്ക് അത്യാവശ്യം ഒരു കനം ഉണ്ടാവുള്ളൂ. നമുക്ക് സാധനങ്ങളൊക്കെ ഇട്ട് കഴിയുമ്പോൾ പിടിക്കണ്ടേ, അതിനുള്ളൊരു ഹാൻഡിലിന് കുറച്ചൊരു സ്ട്രോങ് ആകുന്നത് വരെ ചെയ്യുക. നമ്മൾ ഓരോ ലെയർ ചെയ്യും തോറും ഇവിടെ ഇങ്ങനെ കണ്ടോ കട്ടി കൂടി വന്ന് ബാഗ് നല്ല ഭംഗിയായിട്ട് അതിൻ്റെ ബോർഡർ വരും കേട്ടോ. അത് കഴിയുമ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇതും ഈ കോർണറും തമ്മിൽ ഇങ്ങനെ പിടിച്ചിട്ട് നമുക്കിങ്ങനെ ചുരുട്ടിയിട്ട് ഇങ്ങനെ നമുക്ക് ഇവിടെ ഒരു റിങ് ഇട്ട് കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ബാഗിന് നല്ല ഒരു ഷേപ്പ് കിട്ടും ഇതുപോലെ കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് കുറച്ച് വീതിയിൽ ചെയ്തെടുക്കുന്നതും നല്ലതാണ്. അപ്പോൾ ഇതുപോലെ 4 ലെയർ ഫുള്ള് ചെയ്ത് കഴിഞ്ഞിട്ട് അതായത് ത്രെഡിൻ്റെ 4 ലെയർ കേട്ടോ. ഇതിപ്പോൾ ഓൾറെഡി ഇവിടെ ഒരു ലെയർ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇതിപ്പോൾ 2 ലെയറായി. ഇനി 2 ലെയറും കൂടി ചെയ്ത് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് ഇതിൻ്റെ ലാസ്റ്റ് എങ്ങനെയാണ് ചെയ്ത് ക്ലോസ് ചെയ്യുന്നതെന്നുള്ളത് കാണിക്കാം. നമ്മളിപ്പോൾ 4 ലെയർ ചെയ്ത് തീർന്നു കേട്ടോ. 1 2 3 4 ലെയർ നമ്മളിവിടെ നിന്ന് ഇങ്ങനെ ഇത് കണ്ടോ, ഈ വള്ളി ചെയ്തതിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വന്ന് ഞാൻ പറഞ്ഞില്ലേ ഇതിൻ്റെ ഇവിടെയാണ് നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്ത് അവസാനിപ്പിക്കേണ്ടതെന്ന്. ഈ സ്റ്റിച്ച് എങ്ങനെയാണ് അവസാനിപ്പിക്കേണ്ടത് എന്നുള്ളത് പറഞ്ഞു തരാവേ. നമ്മളിവിടെ ഒരു മാർക്കർ ഇട്ടിട്ടുണ്ട്. നമ്മളിവിടെ എണ്ണുമ്പം എപ്പോഴും ഇങ്ങനെ സ്ലാൻഡിങ് ആയിട്ടായിരിക്കും വരിക. ഇതിൻ്റെ സ്റ്റിച്ച് അടുത്ത സ്റ്റിച്ച് ഇവിടെ വരെ എത്തുമ്പോഴാണ് കംപ്ലീറ്റ് ആവുന്നത്. ഇത് 1 2 3 4 5 6 കണ്ടോ, 6 സ്റ്റിച്ചാണ് നമ്മളിവിടെ മാർക്ക് ചെയ്തേക്കുന്നതിൻ്റെ ഇവിടുന്ന്. നമ്മളിതിങ്ങനെ മുകളിലോട്ട് എണ്ണുകയാണ് സ്റ്റിച്ചുകൾ. 1 2 3 4 5 ആയതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് 6 എണ്ണം വേണം. ഇത് 1 2 3 4 5 6 കണ്ടോ, 6 എണ്ണമായി. ഇവിടെ ഒരെണ്ണത്തിൻ്റെ കുറവുണ്ട്. അതിന് നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ത്രെഡ് നമ്മൾ കട്ട് ചെയ്യും. കുറച്ച് ലെങ്ത് ഇട്ടിട്ട് കട്ട് ചെയ്യുക. എന്നിട്ട് ഇതിനെ ഇങ്ങനെ വലിച്ചെടുക്കുക. ഞാൻ വേറെ പല വീഡിയോകളിലും ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് നിങ്ങൾക്കത് എങ്ങനെയാണ് അവസാനിപ്പിക്കേണ്ടത് എന്നുള്ളത് കേട്ടോ. അതുപോലെ തന്നെ ഇതിനെ വലിയൊരു നീഡിലിൽ നമ്മൾ കോർക്കുക. അപ്പം നമുക്കിവിടെ ഒരു സ്റ്റിച്ചും കൂടി വരുമ്പോഴാണ് ഇത് കറക്റ്റ് ആകുന്നത്. ആ ഒരു സ്റ്റിച്ച് നമ്മൾ ചെയ്യുന്നത് ഇവിടെ നിന്ന് ഇങ്ങനെ അടിയിൽ നിന്ന് ഇങ്ങോട്ട് ഇങ്ങനെ എടുത്തിട്ട് കണ്ടോ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ കയറ്റുക താഴോട്ട്. കണ്ടോ, അപ്പം അവിടെ ആ വി സ്റ്റിച്ച് കംപ്ലീറ്റ് ആയി. ഇനി നമ്മളുടെ ഈ സ്റ്റിച്ച് മാർക്കറുകളെല്ലാം നമുക്ക് ഊരി മാറ്റാം. നമ്മളുടെ സ്റ്റിച്ച് മാർക്കറുകളെല്ലാം ഊരി മാറ്റി കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ത്രെഡും എല്ലാം കട്ട് ചെയ്തിട്ടുണ്ട്. ഈ ത്രെഡ് ഉണ്ടല്ലോ നമ്മൾ ഇനി ഇതിൻ്റെ ഉള്ളിലോട്ട് സ്റ്റിച്ച് ചെയ്ത് വിടണം കാണാത്ത മാതിരി. ഓക്കെ, ഇനി നമുക്കിത് കട്ട് ചെയ്ത് മാറ്റാം ഈ ത്രെഡ്. അപ്പോൾ നമ്മളുടെ ബാഗ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഈ ബാഗ് അവസാനിപ്പിക്കുന്നതെന്ന് കണ്ടല്ലോ. അപ്പം ഇതിനകത്ത് ഇതിൻ്റെ ഈ ഹാൻഡിലിൽ ഞാനൊരു 50 ചെയിൻസ് ആണ് ചെയ്തിട്ടുള്ളത്. ഇതിപ്പോൾ എനിക്ക് ഇങ്ങനെയും കൂടി പിടിക്കാൻ പറ്റുന്ന മാതിരി ആയിട്ടാണ് ഞാൻ ഈ ബാഗ് ചെയ്തത്. ഇതിനകത്ത് ഞാൻ ചെയ്തിരിക്കുന്നത് 60 ചെയിൻസ് ആണ്.
അപ്പം ഇതെനിക്കിങ്ങനെ ഷോൾഡറിൽ ഇടാനായിട്ട് പറ്റുന്ന മാതിരിയാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. 50 ചെയിൻസ് ചെയ്യുമ്പം നമുക്ക് ഷോൾഡറിൽ ഇടാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷെ കുറച്ചും കൂടി ലെങ്ത്തിന് നിങ്ങൾക്ക് വേണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 60 ചെയിനൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി. പിന്നെ ഇതിനകത്ത് നമ്മൾ വെയിറ്റ് വരുമ്പം ബാഗ് ഒന്ന് താഴോട്ടൊന്നും ഇരിക്കും. ഇത് ഇപ്പം ടീഷർട്ട് യാണിൽ ചെയ്യുന്ന ബാഗ് ആകുമ്പോൾ നമുക്കിതിന് ഇതിങ്ങനെ ഇരുന്നോളും, ഇതിൻ്റെ ആ ഒരു ഫോമിൽ അത് ഇരുന്നോളും കണ്ടോ. പക്ഷേ നമ്മൾ ഇങ്ങനെയുള്ളതാവുമ്പം ഇരിക്കില്ല. അപ്പം നമ്മൾ ഇതുപോലെയുള്ള ഓർഗനൈസേഴ്സ് നമുക്ക് മേടിക്കാൻ കിട്ടും. ആമസോണിലൊക്കെ നിങ്ങൾ തപ്പിയാലും നിങ്ങൾക്ക് കിട്ടും. ഇതിൻ്റെ അകത്ത് ഇഷ്ടം പോലെ സ്റ്റോറേജ് നമുക്ക് ഓരോന്ന് അടുക്കി വെക്കാൻ പറ്റുന്ന മാതിരിയുള്ളത്. ഇതിൻ്റെ അകത്ത് സെയിം കളറിലുള്ളത് നമ്മൾ മാക്സിമം എടുക്കാനായിട്ട് നോക്കാം കേട്ടോ. ഇപ്പം എൻ്റെ കയ്യിൽ ഓൾറെഡി ഈ കളറിലാണ് ഉണ്ടായിരുന്നത്, അത് കാരണം കൊണ്ട് ഞാനിത് വെക്കുന്നതേ ഉള്ളൂ. നിങ്ങൾ ആ കോർണർ കണക്കാക്കിയിട്ട് വെക്കുക കണ്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആ ബാഗിന് ഈ ഷേപ്പ് ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ തന്നെ നമുക്ക് ഉപയോഗിക്കാം, നോ പ്രോബ്ലം, ഒരു പ്രശ്നവും ഇല്ല. ഇനി ബാഗിന് കുറച്ചും കൂടി നേരെയുള്ള ഒരു പാറ്റേൺ വേണം എന്ന് തോന്നുന്നവരാണെങ്കിൽ ഇതിൻ്റെ ഈ ഭാഗം ഉണ്ടല്ലോ, ഇതിൻ്റെ ഈ എക്സ്ട്രാ വരുന്ന ഈ ബാഗ്, ഇതിനെ ഒന്നിങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ ഒരു ഇതിട്ട് കൊടുക്കാം. അപ്പോൾ ബാഗ് കറക്റ്റ് ഈ ഷേപ്പിന് ആയിട്ടും കിട്ടും. ഇനി ഈ കോർണറിൽ എന്താണ് ഇട്ട് കൊടുക്കുന്നതെന്നുള്ളതും കാണിച്ചു തരാം. ഇതുപോലെയുള്ള റിങ്ങുകൾ നമുക്ക് മേടിക്കാനായിട്ട് കിട്ടും കേട്ടോ. ഇത് ക്രാഫ്റ്റിൻ്റെ ഒക്കെ ഇതിൽ കിട്ടുന്നതാണ്. ഇതിൻ്റെ ലിങ്ക് എങ്ങാനും ഉണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. ഇത് നമുക്ക് ഇങ്ങനെ ഓപ്പൺ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ പെട്ടെന്നൊന്നും ഊരിപ്പോകത്തൊന്നുമില്ല. അപ്പം നമ്മളിത് എവിടെ നിന്ന് തൊട്ട് എവിടം വരെയാണ് ഇടേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ ഇട്ട് ഇങ്ങനെ ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അവിടെ ഇരുന്നോളും. ഇനി നമുക്ക് ലെങ്ത്തിലുള്ള വള്ളികൾ ഇടണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്തോട്ട് അതൊന്ന് അറ്റാച്ച് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ നീളത്തിന് തൂക്കിയിടാൻ പറ്റുന്ന മാതിരിയുള്ള ടൈപ്പിലാണെങ്കിലും നമുക്കിത് ചെയ്തിട്ട് ഇങ്ങനെ എടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഇങ്ങനെ ഇരിക്കും ബാഗ്. നമുക്ക് ഇത് ഉള്ളിലോട്ടാക്കി വിടാവേ. ഇപ്പുറത്തെ ഭാഗം കൂടി ഞാനൊന്ന് ചെയ്ത് കാണിക്കാം. കണ്ടോ, നമുക്ക് ഈ ഒരു ഷേപ്പിലുള്ള ബാഗ് കിട്ടി. ഇനി നിങ്ങൾക്ക് ഇവിടെ കുറച്ചും കൂടി ഇതിൻ്റെ ഉള്ളിൽ ലൈനിങ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മെഷർമെൻ്റ് എടുത്ത് നമുക്ക് ലൈനിങ് ചെയ്തിടാം. ഇവിടെ നിങ്ങൾക്ക് പ്രസ് ബട്ടൺ ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രസ് ബട്ടൺ ആഡ് ചെയ്യാം. ഇനി അതല്ല ഒരു ബട്ടൺ വെച്ച് ലൂപ്പ് വെച്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. പിന്നെ ഈ ഓർഗനൈസേഴ്സ് ഇങ്ങനെ വെക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ സിബുള്ള കള്ളികളെല്ലാം ഉണ്ടാവും. അപ്പോൾ പിന്നെ അതിൻ്റെ ആവശ്യമൊന്നും ഉണ്ടാവില്ല. അപ്പം ഇതാണ് നമ്മുടെ ബാഗ്. ഇപ്പം നിങ്ങൾക്ക് ഈ ബാഗ് ചെയ്യുന്ന പാറ്റേൺ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി ഈ ബാഗിൻ്റെ തന്നെ ചെറിയ സൈസും വലിയ സൈസും ഒക്കെ നിങ്ങൾക്ക് ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾ നീഡിൽ ചെറുതെടുക്കുക, ത്രെഡ് ചെറുതെടുത്തിട്ട് ചെയ്യുക. ഇപ്പം ഈ ബാഗ് ഈ ത്രെഡിനെ കഴിഞ്ഞും കട്ടിയുള്ള ത്രെഡാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പക്ഷെ അതിൻ്റെ ഉള്ളിൽ ഭയങ്കരമായിട്ട് ടൈറ്റിന് ചെയ്തിട്ടുള്ളത് കൊണ്ടാണ് ഇതിനെ കഴിഞ്ഞും ചെറിയ സൈസിൽ ഈ ബാഗ് ഇരിക്കുന്നത് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ ഈ വീഡിയോ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മനസ്സിലായിട്ടില്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. എന്നെക്കൊണ്ട് പറ്റുന്ന മാതിരി കമൻറ്റിന് ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. ഇല്ലെങ്കിൽ ഞാൻ അതൊരു വീഡിയോ ആയിട്ടെങ്കിലും ചെയ്തിടും കേട്ടോ. അപ്പം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ല നല്ല വീഡിയോസുമായിട്ട് കാണാം.